അല്ല, ഞാൻ അതിലപ്പുറം മനസ്സിലാക്കുന്നത് അവിടെ അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റുകൾ പണിത് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിരുന്നോ? കണ്ടു കണ്ടു കണ്ടു, അതും കണ്ടു, അതും കണ്ടു. അതായത് അതായത് നമ്മുടെ വിശ്വരൂപം മുഴുവൻ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അവിടെ പോയി ഇരുന്നാൽ മതി. സത്യം. അത്രയ്ക്കും മോശമാണ്. അതായത് ഈ സർക്കാരിന് ഒരു ഈസ്തറ്റിക് സെൻസ് ഇല്ല, ഒന്നിനോടും ഡിവോഷൻ ഇല്ല. എന്തിന് സ്വന്തം പ്രത്യയശാസ്ത്രത്തോട്, അവരുടെ കമ്മ്യൂണിസത്തോട് അല്ലെങ്കിൽ അവരുടെ മാർക്സിസത്തോടൊരു പ്രതിപത്തിയോ വിശ്വാസവും പോലും അവർക്കില്ല. ഇതൊരു കച്ചവട അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കുറുക്ക് കമ്പനി എന്നൊക്കെ നമ്മൾ പറയും. ഉത്സവകാലത്ത് ഈ മുച്ചീട്ട് കളിക്കാറിറങ്ങും. എങ്ങനെയെങ്കിലും ആളുകളെ പറഞ്ഞ് പറ്റിച്ച് പണം കൈക്കലാക്കാം. മാക്സിമം മണി ഇൻ ദ മിനിമം പോസിബിൾ ടൈം. അത് എങ്ങനെ കേനാപി എങ്ങനെയെങ്കിലും ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുക. നേരത്തെ കൃഷ്ണകുമാർ സാർ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ കാര്യം ഓർത്തത്. തെലുങ്ക് പടത്തിലെ ഒരു സെറ്റ് പോലെ ഇട്ട് വെച്ചിരിക്കുകയാണ് 18-ാം പടി രണ്ട് സൈഡിലും ഇങ്ങനെ വലിയ ഒരു രണ്ട് സ്ട്രക്ചേഴ്സ്. അതിന് എന്തെങ്കിലും ഒരു സൗന്ദര്യം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞു. ഞാൻ അതിലൊന്നും ദർശിക്കുന്നില്ല. ഒരു ശില്പകലയോ കേരളത്തിന്റെ വാസ്തുവിദ്യയോട് ബന്ധപ്പെട്ടതോ ഒന്നുമല്ല. ഇതിന് ഏതെങ്കിലും വാസ്തു, അത് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇവരാരോ പിന്നെ ഇവിടെ കുറച്ച് മിടുക്കന്മാരായ നേതാക്കന്മാരുണ്ടല്ലോ, അവരോട് ചോദിച്ചുണ്ടാക്കിയതായിരിക്കാം. തീരെ അതായത് ഒരു കേരളത്തിന്റെ ശില്പകലയെ എടുത്തു കാട്ടുന്ന ഒന്നായിരുന്നുവെങ്കിൽ പോലും നമ്മൾ അംഗീകരിച്ചേനെ. എന്തോ ഒരു സ്ട്രക്ചർ അവിടെ എന്തോ രഹസ്യമായിട്ട് നടക്കുന്നു, അപ്പുറം അപ്പുറം മറച്ചു വെച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. വളരെ കഷ്ടമാണ്. മാത്രമല്ല ഇതിനു വേണ്ടി ഏതെങ്കിലും ഒരു വാസ്തു വിദഗ്ധനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിന്റെ തന്ത്രിയെയോ ബന്ധപ്പെട്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഇതൊക്കെ അവര് സ്വന്തം ഇഷ്ടപ്രകാരം മനസ്സിൽ തോന്നുന്നത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഭക്തന്മാരിങ്ങനെ എങ്ങനെയായാലും വന്നുകൊള്ളും. അയ്യപ്പസ്വാമിയുടെ ആകർഷണ ശക്തി കൊണ്ട് വർഷാവർഷം ഭക്തന്മാർ വന്നുകൊള്ളും എന്ന ഉറപ്പ് കൊണ്ടായിരിക്കാം ഇങ്ങനെ ചെയ്യുന്നത്. കാരണം ഒരു കാര്യം ഞാൻ പറയാം, സൗകര്യങ്ങൾ കുറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ വേണ്ടുന്ന പോലെ ദർശനം കിട്ടിയില്ല എന്ന അവസ്ഥ വന്നാൽ ഭക്തന്മാർ എന്തും സഹിക്കാൻ തയ്യാറാണ്. ശബരിമലയിലെ പോലെ ത്യാഗം സഹിച്ചു പോകുന്ന ഇടങ്ങൾ വേറെ ഇല്ല. എന്തും സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് ദർശനം, ഒരു നിമിഷത്തെ ദർശനം ഉറപ്പാക്കേണ്ടുന്ന ഡ്യൂട്ടി ആരുടേതാണ്? ആ ഒബ്ലിഗേഷൻ ആരുടെ മേലാണ്? അത് കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തലയിലാണുള്ളത്. അതിൽ അവർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇതിലേറെ നാണക്കേട് വേറെ ഉണ്ടോ? എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡെങ്കിലും താന്താങ്ങൾ വിശ്വസിക്കുന്ന ആ ശ്രദ്ധാമൂർത്തിയുടെ മുഖമൊന്ന് കാണാൻ അവർ അനുവദിക്കാത്തത് വലിയ കഷ്ടമല്ലേ? അപ്പൊ ഇവിടെ നേരത്തെ അനിൽജി പറഞ്ഞതുപോലെ ഈ കക്കൂസ് ഉണ്ടാക്കാൻ അറിയാത്തവൻ തന്നെയാണ് ഇവിടെ ശില്പം പണിഞ്ഞ് രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത്. രണ്ടും ഒരാൾ ചെയ്തായിരിക്കാണ് സാധ്യത. ഈ രണ്ട് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരാളായിരിക്കും. കാരണം ഈസ്തറ്റിക് സെൻസ്, സൗന്ദര്യ ബോധം എന്നത് അവന്റെ പറമ്പിലൂടെ പോയിട്ടില്ല. അങ്ങനെ ശബരിമലയെ എത്രത്തോളം വികൃതമാക്കാമോ, അതിഥികളെ എത്രത്തോളം അപമാനിക്കാമോ. ഞാൻ ചോദിക്കട്ടെ, ബംഗ്ലാദേശിൽ നിന്ന് കള്ളവണ്ടിയും കയറി ഇവിടെ വന്ന് കൊടും ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ബംഗ്ലാദേശികളെ പോലും അതിഥി തൊഴിലാളികൾ എന്ന പേരിട്ടാണ് വിളിക്കുന്നത്. അവർക്ക് സൗകര്യങ്ങൾ കൊടുക്കുന്നു, അവരുടെ ക്ഷേമം അന്വേഷിക്കുന്നു പോലീസ്. എന്നാൽ ഭക്തിയോടുകൂടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരുടെ അവസ്ഥ എന്താണ്? വഴിനീളെയുള്ള ഭക്ഷണശാലകളിൽ അധികവും നോൺ വെജിറ്റേറിയൻ, അതായത് മാംസാഹാരം വിളമ്പുന്ന ആഹാരശാലകളാണ്. ശബരിമലയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെയുള്ള താൽക്കാലിക ആഹാര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഹോട്ടലുകളുടെ അവസ്ഥ എന്താണ്? ശുചിത്വം ആ വഴിക്കെങ്ങാനും പോയിട്ടുണ്ടോ? മുമ്പ് ശ്രീ കെ ജയകുമാർ സാർ ഉണ്ടായിരുന്ന കാലത്ത് ഈ കാര്യങ്ങളൊക്കെ മികച്ച സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് ഞാൻ അറിവ്. ഞാൻ നേരിട്ട് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അത്തരത്തിലൊരു കമ്മിറ്റി ഇവിടെ രൂപപ്പെട്ടോ? ശബരിമല അയ്യപ്പന്മാർ വരുമ്പോൾ എന്തൊക്കെ സൗകര്യം കൊടുക്കണം, എവിടെയൊക്കെ ഹെൽത്ത് സർവീസസ് ഉണ്ടാവണം. ഏറ്റവും വലിയ തെറ്റ്, ഞാനൊരു കാര്യം പറയാം, നമുക്ക് അന്ധമായ സംഘപരിവാർ വിരോധം കൊണ്ട് എന്തും പറയാം. പക്ഷെ സംഘപരിവാറിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ചേർന്ന അയ്യപ്പ സേവാ സംഘവും സമാജവും ഒക്കെ അവിടെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ആഹാരത്തിനും വെള്ളത്തിനും മുട്ടില്ലായിരുന്നു. അപ്പൊ ഈ സർക്കാർ വന്നപ്പോൾ ആദ്യം ചെയ്തത് അങ്ങനെ RSSകാർ പേരെടുക്കണ്ട, അങ്ങനെ തട്ടി ഏതൊക്കെയോ ഒരു പരിചയമില്ലാത്ത MDMA ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെയാണോ അവിടെ വിളിച്ചുകൊണ്ടുവന്നത് തൽക്കാലം ജോലി കൊടുത്തിരിക്കുക. അവർക്ക് എന്ത് അയ്യപ്പൻ, എന്ത് ശിവൻ, എന്ത് വിഷ്ണു? ഭക്തിയില്ലാത്ത കുറെ പേർക്ക് എന്തൊക്കെയോ ഒരു ജോലി എന്ന കണക്കിന് കൊടുത്തിരിക്കുകയാണ്. സത്യത്തിൽ ഈ സർക്കാരിന്റെ കയ്യിൽ നിന്ന് ശബരിമല അടക്കമുള്ള മഹാക്ഷേത്രങ്ങൾ മുക്തമായില്ലെങ്കിൽ ഇവരവിടെ കാണിച്ചു കൂട്ടുന്ന അധമത്തരത്തിന് അറുതി ഉണ്ടാവില്ല. നമ്മൾ കഴിഞ്ഞ തവണ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കോഴിക്കോട് CPM നേതാവിന്റെ മകൻ, മുൻ MLAയുടെ മകൻ അവിടെ തമ്പടിച്ച് കിടക്കുകയാണ്. കൂടെ കുറച്ച് പേരുണ്ട്. അതെ, ഇതാ ഞാൻ പറഞ്ഞത്. എല്ലാ ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ ഈ അസുരപ്പട കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം, ഈ സംഘപരിവാറിന്റെ
നേതൃത്വത്തിലുള്ള എന്തെങ്കിലും ഒരു സംവിധാനം അവിടെ വരുമോ എന്ന ഭയമാണ് ഇവർക്ക്. ഇത് ഞാൻ ചോദിക്കട്ടെ, അവിടെ അയ്യപ്പ സേവാ സമാജമോ അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ സംഘടനകളൊന്നും വോട്ട് ചോദിക്കാനല്ലല്ലോ അവിടെ പോകുന്നത്. ഈ ദൂരദിക്കിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാര് വിശക്കാതിരിക്കുക. കാരണം അവരെല്ലാവരും ആ സ്വാമി തന്നെയാണ്, ആ വിശ്വാസം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ വിശക്കാതിരിക്കുക. സ്വാമി പാദം എന്നേ പറയുള്ളൂ. വഴി വിടുമ്പോ സ്വാമി പാദം കൊടുക്കാനാ പറയുന്നത്. എല്ലാവരും സ്വാമിയാണ്. അദ്വൈത ദർശനത്തിന്റെ, ലോകത്തെ ഏറ്റവും വലിയ യുക്തിസഹമായ സിദ്ധാന്തത്തിന്റെ അദ്വൈത ദർശനത്തിന്റെ പ്രായോഗികമായ ഒരു തലമാണ് ശബരിമലയിലുള്ളത്. ഇത് ചുക്കും മണ്ണാങ്കട്ടെ അറിയാത്ത ഇവരൊക്കെ കയറി ഭരിച്ചിട്ട് എന്താണ് ഉണ്ടാവുന്നത്? അവിടെ ഭക്തന്മാരെ ലാത്തി കൊണ്ട് അടിച്ചു ഒതുക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുകയല്ലേ. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കെട്ടിയിട്ടിരിക്കുകയല്ലേ. എന്തെല്ലാം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയങ്ങളൊക്കെ പെരുപ്പിച്ചു വരുന്നതിൽ എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ടത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ അലക്കി വിരിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. സ്കൂളിന്റെ കെട്ടിടത്തിന് മതിൽ പൊളിച്ചതിന്റെ, പിന്നെ ഗവർണറെ എന്നീ എല്ലാ വിഷയത്തിലും 0 മാർക്ക് വാങ്ങുന്ന ഈ സർക്കാർ ശബരിമലയിലും കഷ്ടപ്പെട്ട് 0 മാർക്ക് വാങ്ങിയിരിക്കുകയാണ്. യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇതൊക്കെ ഏറ്റെടുക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം സെൻകുമാർ സാർ പറഞ്ഞ പോലെ രാധാകൃഷ്ണൻ മന്ത്രിക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥയുമാണ്. അദ്ദേഹം രാത്രി 12:30 മല കയറി 3:30 സന്നിധാനത്ത് എത്തി എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് അനുജി ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതില് അദ്ദേഹം ഇങ്ങനെ അവിടെ എല്ലാവരും നിന്ന് ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. മാളികപ്പുറങ്ങളൊക്കെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അവരെ ഈശ്വരൻ രക്ഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം സ്വന്തം കർത്തവ്യത്തിൽ വീഴ്ച വരുത്തുന്ന ഒരാൾക്ക് അനുഗ്രഹ ശക്തി ഉണ്ടാവില്ല. കർത്തവ്യം താൻ ചെയ്യേണ്ടുന്ന കർമ്മം എന്താണ് അത് ചെയ്യാതെയാണ് ആളുകൾ കണ്ണിപ്പൊടിയിടാൻ ഈ ക്യാമറയുമായിട്ട് മന്ത്രിമാർ ഇറങ്ങുന്നത്. സത്യത്തിൽ ഇവര് അവലോകന യോഗം ചേർന്ന് ആദ്യം തന്നെ കെ ജയകുമാർ സാറിനെ പോലെ ആൾക്കാരെ വെച്ചിട്ട് മുൻ സർക്കാരുകൾ ഇടക്കാലം ചെയ്തിരുന്നു. അതുപോലെ പ്രഗത്ഭരായ ആളുകളെ വെച്ചിട്ട് അതത് സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കാൻ, ഭക്ഷണം എത്തിക്കാൻ, മലമൂത്ര വിസർജന ടോയ്ലറ്റൊക്കെ കെട്ടിക്കൊടുത്തിരിക്കുന്നത് ഓരോ ഓഡായിട്ടുള്ള പ്ലേസസിലാണ്. അവർക്ക് പോവാൻ സൗകര്യമുള്ള സ്ഥലങ്ങളിലല്ല കെട്ടിക്കൊടുത്തിരിക്കുന്ന. മാനവും മര്യാദയും തറവാട്ട് പറഞ്ഞൊന്നും പോയിട്ടിരിക്കാത്ത തരത്തിലാണ് കക്കൂസ് കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഭക്തന്മാരുടെ പണം വാങ്ങിയിട്ട് കാണിക്ക വഞ്ചി നിറച്ചിട്ട് ഇത്തരത്തിൽ ദ്രോഹിക്കുന്ന നടപടി നിർത്തിക്കൂടെ? ഞാൻ പറയുന്നത്, നേരത്തെ സുരേഷ് ബാബു സാർ പറഞ്ഞു പരിശോധിക്കപ്പെടേണ്ടതാണ് വിഷയങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അത് സുരേഷ് ബാബു സാറിന്റെ സംസ്കാരമാണ്, അത്രയും പരിഗണിക്കാമെന്ന ചിന്ത. ഇതേ കാര്യം നിങ്ങൾ പിണറായി വിജയനോട് പറഞ്ഞു നോക്കൂ. പിണറായി വിജയൻ എന്താ പറയാ? അവിടെ ഒരു കുഴപ്പമില്ല, കുറെ RSS രാഷ്ട്രീയം പറയുന്നതാണെന്ന് മാത്രം പറയും. അന്ധമായ രാഷ്ട്രീയ വിരോധം അല്ലാതെ മറ്റെന്താ ഉള്ളത്? അയ്യപ്പ സേവാ സമാജവും അയ്യപ്പ സേവാ സംഘമൊക്കെ ഉള്ള സമയത്ത് രഹന ഫാത്തിമയെയും ബിന്ദു അമ്മിനെയും കനകലതയൊക്കെ കൊണ്ടുപോയ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കണ്ടതല്ലേ പോലീസ് എത്ര സുരക്ഷിതമായാണ് അവരെ അവിടെ എത്തിച്ചത്. അതിന്റെ ഒരു 10-1 അയ്യപ്പ ഭക്തരോട് കാണിച്ചാൽ മതി ആ സ്നേഹം. അതെ, കനകദുർഗയും ബിന്ദു അമ്മിണിയും ഒക്കെ ഇവര് വളരെ ആൺവേഷം കെട്ടിച്ച് പുലർച്ചെ മല കയറ്റിയത് എന്നാണ് നവോത്ഥാന മതിൽ പണിഞ്ഞതിന്റെ പിറ്റേന്നാണെന്ന് ഓർക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാണ്? മറ്റൊരു ദേവാലയത്തിൽ, മറ്റൊരു മതത്തിന്റെ ദേവസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ഹജ്ജ് യാത്രയുടെ ഇടയ്ക്ക് ഇങ്ങനത്തെ തോന്നിയാസം കാണിച്ചാൽ ഇവിടെ എന്താ ഉണ്ടാവുക? അപ്പൊ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് വിഷയം. കേരള സർക്കാരിന്റെ രാഷ്ട്രീയത്തിന് ഹിന്ദുക്കൾക്ക് ഐക്യമില്ല എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പൊ കൂടുതൽ വിഘടിപ്പിക്കാൻ ജാതി പറഞ്ഞിട്ടും കൂടുതൽ വിഘടിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നേടാമോ അതൊക്കെ നേടി അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ജാതി പറഞ്ഞിട്ടും മറ്റു വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും ഹിന്ദുക്കൾ ഒരിക്കലും ഒന്നിച്ച് ഒരു രാഷ്ട്രീയ ശക്തിയായി തീരാതിരിക്കാനുള്ള എല്ലാ പണിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കാലങ്ങളായിട്ട്. അതിന്റെ തിക്തഫലമാണ് ഇപ്പോ കുടിവെള്ളമെങ്കിലും തരുമെന്ന് കരയേണ്ടി വരുന്നത്. ഈ അവസ്ഥയിൽ എത്തിച്ചതിന് അറിഞ്ഞോ അറിയാതെ നമ്മൾ എല്ലാവരും ഉത്തരവാദികളാണ്. ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ കയ്യിലേക്ക് ദേവാലയങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം അത് മുകളിൽ നിന്ന് തന്നെ വരണം. മുകളിൽ നിന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ തന്നെ വരേണ്ടുന്ന വിഷയങ്ങളാണിത്. നമുക്കറിയാം, ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ദേവന്റെ സ്വത്ത് 10 കോടി രൂപയാണ് CM-ന്റെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി എന്ന ദുരിതാശ്വാസ നിധിയിലേക്ക് കൊണ്ടുപോയത്. അപ്പോ ആ CM പിന്നെ ഈ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് എടുത്തിരിക്കുന്ന പണം തിരിച്ചവിടെ കൊണ്ടുവയ്ക്കാൻ ഹൈക്കോടതി പറഞ്ഞിട്ടും ചെയ്യാത്ത കൂട്ടരാണ്. അതായത് തക്കം കിട്ടിയാൽ ദേവസ്വത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്നും മോഷ്ടിക്കാൻ മടിയില്ലാത്തവരാണ് ഈ സർക്കാർ എന്ന് തെളിയിച്ച ആളുകളാണ്. ഇവർ ചോദിച്ചാൽ പറയും, ഞങ്ങൾ ഇത്ര കോടി രൂപ അമ്പലത്തിന് മുടക്കി, ഇത്ര കോടി രൂപ ചെലവഴിച്ചു. ദേവസ്വം ഓഡിറ്റ് എന്താണ്? പൊതുജനങ്ങൾ അറിയേണ്ടതല്ലേ? എത്ര പണം ചെലവഴിച്ചു ഇവർ പറഞ്ഞാൽ മതിയോ? ഇതിനൊക്കെ ആധികാരിക രേഖ എന്താണ്? കോടതികളിൽ എത്ര ദീർഘനാളുള്ള വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഈ ഹിന്ദു കോസ് വിജയിപ്പിക്കാൻ പറ്റും? ഐ എം കൺസേൺഡ് അബൌട്ട് ദ ഹിന്ദു കോസ്. ആ ഹിന്ദു കോസ് വിജയിക്കണമെങ്കിൽ
രാഷ്ട്രീയമായി ഹിന്ദുക്കൾ ചിന്തിച്ചു തുടങ്ങണം. നമ്മുടെ ദേവസ്ഥാനങ്ങളെ, നമ്മുടെ ദേവാലയങ്ങളെ, നമ്മുടെ ആചാര്യന്മാരെ, നമ്മുടെ ധർമ്മസംഹിതകളെ പുച്ഛിക്കുന്ന, നിന്ദിക്കുന്ന, വിലമതിക്കാത്ത ഒരാൾക്കും വോട്ട് ചെയ്യാതിരിക്കുക എന്ന മിനിമം പരിപാടിയിൽ ഭക്തന്മാർ ഒന്നിച്ചില്ലെങ്കിൽ, രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്, ഇത്തരത്തിൽ ഈ ഖലന്മാരോട് കെഞ്ചേണ്ടുന്ന അവസ്ഥ കൂടിക്കൂടി വരിക തന്നെ ചെയ്യും. ജനുവരി 2-ാം തീയതി വടക്കുന്നാഥനെയും അതുപോലെ ഗുരുവായൂരപ്പനെയും കാണാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയ്യപ്പ ഭക്തർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ അത് അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇടവേള.